സൈക്കിൾ വേണം എടുക്കുക. സൈക്കിള് ഗോകാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഗോകാട്ട്, 4 പേര് ചവിട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതാണോ ഗോകാട്ട്? നമ്മള് ഗേഡിങ്ങിന് ശേഷമാണ്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ സെക്യൂരിറ്റി പേയ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ 100 രൂപ എടുത്താണ് എടുക്കുന്നത്. ടോക്കൺ തരും. അത് നമ്മൾ 1/2 മണിക്കൂർ ചവിട്ടണം. 1/2 മണിക്കൂർ ചവിട്ടും നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കണം. നമ്മുടെ പൈസ നമുക്ക് റീഫണ്ട് ആണ്. അങ്ങനെ പിന്നെ നമുക്ക് എഴുതിയില്ല. കാരണം സൈക്കിൾ എങ്ങും കൊണ്ട് ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കണം. അതായത് നമ്മുടെ ഈ ടിക്കറ്റിനകത്ത് ഉൾപ്പെട്ടാണല്ലേ? അടിപൊളി. ആ ഓ 100 രൂപ കൊടുക്കുക, സൈക്കിൾ വാങ്ങുക, സൈക്കിൾ ചവിട്ടി കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ 100 രൂപ നമുക്ക് തരും. 2 ആൾ പോകണം സൈക്കിൾ. അതാ വെച്ചാൽ അതിൻ്റെ പേരെന്താ? ഡ്യൂയറ്റ് സൈക്കിൾ അല്ലേ? അടിപൊളി. വീണ്ടും നമ്മൾ നല്ലൊരു തണലും തണുപ്പുള്ള ഭാഗത്തേക്ക് എത്തി. ഇതിനെപ്പറ്റി നമ്മുടെ ഗൈഡ് ഷീജ മേഡം പറയും. ഇതെന്താ മേഡം മുകളിൽ അങ്ങനെ? ഏത് കൈത പോലത്തെയോ? ഓഹോ. ആ സ്പൈസസ് ആണ്. സർവ്വസുഗന്ധിയത്. സർവ്വസുഗന്ധി കാണട്ടെ. ഏതാ? അതല്ലേ? അടിപൊളി. ഓക്കെ. അപ്പോൾ ഈ സർവ്വസുഗന്ധി ചെടിയാണുള്ളത്. ഓക്കെ. ഇതെന്താ ഒരു ഇതാണ് ടവർ? എന്താ കോട്ടേജാണോ? എങ്ങനെ? കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ്. ഓക്കെ. ഏറുമാടം കോട്ടേജ്. കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് അല്ലെങ്കിൽ ഏറുമാടം കോട്ടേജ്. അടിപൊളി. ഏറുമാടം കോട്ടേജാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം അല്ലേ? ഓക്കെ. ഓക്കെ. അടിപൊളി ഒരു കോട്ടേജാണ് കേട്ടോ. നല്ല ഊഞ്ഞാലുണ്ട്. മത്സ്യകന്യകൾ കാണാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു വൃക്ഷകന്യനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൃക്ഷകന്യകയാണ് ഇത്. അതായത് നമ്മള് മാവായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചേക്കണേ. ഇവിടെ 101 വെറൈറ്റി ടൈപ്പ് മാവുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് മാംഗോ മോഡൽസിന് ആ പേര് വന്നേക്കുന്നത്. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി മേഖല നമ്മുടെ ഈ ഒരു പാർക്കിൽ 101 വെറൈറ്റി ടൈപ്പ് മാവുകളുണ്ട്. അത് മാവായിട്ടാണ് വൃക്ഷകന്യനെ നമ്മൾ സങ്കല്പിച്ചത്. ശരി. ഓക്കെ. മത്സ്യകന്യക എന്നതുപോലെ ഉള്ള ഒരു സംഗതിയാണ് ഇവിടെ വൃക്ഷകന്യക. വൃക്ഷകന്യകയുടെ ശില്പം എന്തായാലും നല്ലൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി ഒരു ശില്പമാണ്. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ കോട്ടേജ്, ഏറുമാടം കോട്ടേജ്. ഈ നമ്മുടെ നക്ഷത്രവനം എന്നാണ് പറയുന്നത്. നമ്മുടെ നാളില്ല, അശ്വതി ഭരണി കാർത്തിക അതിന്റെ നാൾ മരങ്ങൾ നമ്മളിവിടെ ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നാൾ മരങ്ങൾക്ക് വെള്ളം ഒഴിക്കണത് നല്ലതാണ്. ഐശ്വര്യ സമൃദ്ധമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് അശ്വതിയുടെ കാഞ്ഞിരമാണ് കേട്ടോ. ഇതാണ് കേട്ടോ. ഇവിടെ ബോർഡ് ഉണ്ടോ അശ്വതി? അതിന്റെ മരം എന്റെ പുറകിൽ നമ്മൾ നട്ടിട്ടുണ്ട്. ഭരണി നെല്ലിമരമാണ്. പിന്നെ ഇവിടെ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു ചേട്ടനുണ്ട്. നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ. 5 മണി വരെയും ടൈമുണ്ട്. ഗൈഡിങ്ങിന് ശേഷം ഇവിടെ വന്ന് ഇരിക്കാവുന്നതാണ്. നമുക്ക് ലൈവായിട്ട് ഫ്ലൂട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ ആസ്വദിച്ചും കൂടി ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സുകളാണ് കേട്ടോ. രാമച്ചം, വെട്ടിവേര്, ചുവന്ന കളറുള്ള മധുരക്കിഴങ്ങോ? ഓ. പിന്നെ അതൊക്കെ ചോളമായിരുന്നു കേട്ടോ. നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമല്ല, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ നിൽക്കുന്നത്. മാറിക്കോ സൈക്കിള് പുറകില്. പഞ്ചാര ചെടിയാണ്
നമുക്ക് വിഷം ഉണ്ടാവത്തില്ലേ, അപ്പൊ ഇതിന്റെ നീര് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. മെഡിസിൻ പ്ലാന്റ് ആണ്, പഴുതാര ചെടി എന്നാണ് പറയുന്നത്. അത് ശരി. ഓ അതിന്റെ ഇലയും പഴുതാരയുടെ രൂപം ഉണ്ടല്ലോ, അടിപൊളി. ഇത് ചുമട് താങ്ങി ആൾക്കാർ പരസഹായമില്ലാതെ ചുമട് ഇറക്കാനും ചേട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചുമട് താങ്ങി നമുക്ക് ഒരു ചുമട് താങ്ങി അത്താണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവരുണ്ടാക്കിയതാണോ അതോ ഒറിജിനൽ സാധനത്തിന് എങ്ങനെ മാറ്റി വെച്ചാണോ? ഇവരുണ്ടാക്കിയതോ? അടിപൊളി. ചങ്ങലം പറണ്ട ഇത് ജോയിന്റ് പെയിൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ചമ്മന്തി അരയ്ക്കാനും നീലാമരി മുടി വളരാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. നീലാമരി. അപ്പുറത്ത് ഇഞ്ചിയൊക്കെയാട്ടോ നട്ടേക്കണേ. ഇത് പപ്പടച്ചീര, വഷളച്ചീര എന്ന് പറയുന്നൊരു ചീരയാണ്. ഇതിന്റെ രണ്ടാമത്തെ പേര് പറഞ്ഞെന്താ? വഷളച്ചീര, പപ്പടച്ചീര. വഷളച്ചീര. ഇതിന്റെ ഇല നമ്മൾ തോരൻ വെക്കാവുന്നതാണ്, ബജി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വഷളച്ചീര എന്ന് പറയും. പപ്പടച്ചീര. എന്താ നമ്മുടെ തഴുതാമ നിൽക്കുന്നു അല്ലേ? ഇത് കോട്ടേജ് ആണോ? അതല്ലല്ലോ, വേറെ എന്താണുള്ളത്? ഓ ശരി ശരി. അപ്പോൾ കേസ് ഒരു കോട്ടേജ് ആണ്, പക്ഷെ കോട്ടേജിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയായതിനു ശേഷം എന്നെ കൊടുക്കും അല്ലേ? കേശവർദ്ധനി. മുടി വളരാൻ വേണ്ടിയിട്ട് വേരൊഴികളുടെ ഭാഗങ്ങൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇവിടെയും നല്ല തണലും തണുപ്പുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റോ സ്നാക്ക് ബാർ 2. അതെവിടെ? സ്നാക്ക് ബാർ 2 ചെറിയ ചെറിയ മീറ്റിങ്ങളൊക്കെ ഇല്ലേ, ഹാളായിട്ട് കൊടുക്കുന്നത്. നേരത്തെ അതായിരുന്നു സ്നാക്ക് ബാർ തന്നെയായിരുന്നു. ഇപ്പൊ റെസ്റ്റോറൻറ്റ് ഫുൾ അങ്ങോട്ടേക്ക് മാറ്റിയായിരുന്നു. ശരി ശരി. ഓക്കെ. ഏതാ? കൂർക്ക. കൂർക്ക. ഇത് മധുര തുളസിയാണ്. പ്രമേഹരോഗങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഇലയിട്ട ചായ തിളപ്പിച്ച് കുടിക്കുന്നത് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ. യൂണിഫോം 2 യൂണിഫോം കാണുന്നല്ലോ, പച്ച ഉണ്ട്, മെറൂൺ ഉണ്ട്. അത് നമ്മുടെ ഈ പച്ച വെജിറ്റബിൾസ് ഒക്കെ നോക്കുന്ന ചേച്ചിമാർക്ക് അതാ യൂണിഫോം. ഗൈഡുമാർക്ക് പച്ച. വേറെ ഉണ്ടോ യൂണിഫോം? വേറെ ഞങ്ങളുടെ സൂപ്പർവൈസർക്ക് ഓറഞ്ച്. എത്ര സ്റ്റാഫ് ഉണ്ട് മൊത്തം ഇവിടെ? 300 ഉണ്ട് അല്ലേ? ഇതിന്റെ ഓണർ അപ്പോൾ സഹോദരങ്ങളെ, ഇത് കലപ്പേന്ത്യ കർഷകന്റെ ഒരു പ്രതിമയാണ്. ഓക്കെ. നിങ്ങളുടെ ഓണർ ഇപ്പോൾ എവിടെ ഉണ്ട്? അവിടെ തന്നെ ഉണ്ടല്ലേ? ആണോ? അത് ശരി. എനിക്ക് പരിചയമില്ല. പുള്ളിയുടെ പേരെന്താ പറഞ്ഞേ? കുര്യൻ. അല്ല, പുള്ളി താമസം കടുത്തുരുത്തി, വീട് കല്ലാറ, നാട് കല്ലാറ. ആണോ? അടിപൊളി. അയ്യോ, പക്ഷികളൊക്കെ ഉണ്ടല്ലോ. എന്താ ഇതെന്താ ഇത് ഈ വയലിട്ടിരിക്കണത്? എന്താ ഇതോ? ഓക്കെ. തക്കാളി വഴുതനയോ? ഓ, വഴുതനങ്ങയാണ്, പക്ഷെ തക്കാളിയുടെ രൂപമുള്ളതുകൊണ്ട് തക്കാളി വഴുതന. അതെ, ഇതെന്ത് തക്കാളിയാണോ വഴുതനയാണോ എന്നുള്ള സംശയമാണ്. തക്കാളിയുടെ രൂപമുള്ള വഴുതന. അടിപൊളി. ഓഹോ. അപ്പോൾ കയറി പിരിക്കുന്ന ഇതിന് പേര് റാട്ട്. എന്ത് പേരുണ്ടല്ലോ? റാഡോ?
കയറ് പറിക്കുന്ന മെഷീനാണ് അത് കാണുക. നിന്നെ വീണ്ടും തിരഞ്ഞു ഞാൻ വന്നു വർഷങ്ങൾക്കു ശേഷം ഇവിടെ നീ എന്നെ കറുത്ത പെണ്ണായി കാർകുഴലിയായി കണ്ടു പ്രേമിച്ച ഞാൻ അന്നേ മരിച്ചു ഇല്ല എന്ന് മനസ്സിനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ബാക്കിൽ വെച്ചാണ് ഓൺ ചെയ്യണേ. അതെന്താ? ആ വിശ്വാസധാരയാം വേനലും നിൻ തപ്തവിശ്വാസധാരയാം വേനലും നിർവൃതി തൻ നിറമായ പൂക്കാലം. മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. ഫ്രണ്ട് നമ്മൾ കയറുമ്പോ ഒരു സ്റ്റോർ ഉണ്ട്. ഇതെന്താ സംഭവം ഈ ചക്രം? അത് ഇത് ആ ആ ആ അല്ല അത് അത് കയറി പിടിക്കാനുള്ള സാധനം തന്നെയാണോ? അത് തന്നെയാണ്. അപ്പോൾ ഇത് അല്ലല്ലോ, രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഇത് കൈ കൊണ്ട് തിരിക്കണോ? നമ്മൾ തന്നെ ഇവിടുത്തെ കരിക്ക് ഇവിടെ നിർബന്ധമില്ല കേട്ടോ. നമ്മളിപ്പോൾ കരിക്ക് കഴിക്കാൻ നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു റിക്ഷ പാഞ്ഞു വരുന്നുണ്ട്. ഷാപ്പിലെ കറികൾ, ഇളനീർ പന്തൽ, കരിക്ക് അധീന കരിക്ക് കഴിക്കുകയാണ്. കപ്പ വെച്ച് കുടമ്പുഴട്ട മീൻ കറി, കുടച്ച് കാച്ചിൽ ചേന മുളകടിച്ച് താറാവ് കറി, ഷാപ്പിലെ കറികൾ. കള്ള്, ഓ അടിപൊളി കള്ളുണ്ടോ? ആ അത്രേ ഉള്ളു സാധനം. കഴിഞ്ഞ വെട്ടി കഴിക്കത് വെട്ട്. എന്റെ കടിഞ്ഞു ഇവിടെ പാത്ര നിർമ്മാണം കേട്ടോ, മൺപാത്ര നിർമ്മാണം. 100 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ചെയ്യാം. നമ്മളതിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പത്തെ ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്, അത് കാണുകയാണ്. മോഹിച്ച കണ്ണിനു കൊൽക്കണിപ്പൂക്കളും ദാഹിച്ച ചുണ്ടിനു കനികളും നീതിച്ചു കൈകൂപ്പി വൈശാഖ കന്യക വീതിനി തന്നടപ്പന്തലിൽ നിൽക്കവേ കനികളും നീതിച്ചു കൈകൂപ്പി വൈശാഖ കന്യക. എന്തിന്റെ ടിക്കറ്റിലുള്ള റൈഡ് ഏരിയ ആണ് കേട്ടോ. ഗൈഡിങ്ങിന് ശേഷം അങ്ങോട്ട് 5 മണി വരെ ടൈം ഉണ്ട് കേട്ടോ. ആ അത് ഗൈഡിങ്ങിന് ശേഷമാണ് ആ ട്രെയിനില്ലേ? ആ ഓക്കെ. ഇങ്ങോട്ട് നമ്മുടെ ഫാം ഏരിയയിലോട്ടാണ് നമ്മൾ പോണത്. ആ വെറ്റിനറി ഫാമാണ്. പശു, കോഴി, ഫാമിൽ തന്നെ പെറ്റ് ഫ്രണ്ട്ലി ഫാമാണ്. കോട്ടേജ് എന്ന് പറയും. ഫാം കോട്ടേജ് അല്ലേ? പെറ്റ് ഫ്രണ്ട്ലി കോട്ടേജ്. ആ പെറ്റുകളൊക്കെ അടുത്ത് കാണാം എന്നുള്ളതാണ്. ഫാം കോട്ടേജ്, പെറ്റ്സ് ഫ്രണ്ട്ലി കോട്ടേജ് എന്നാണ് അതിന് പേരിട്ടിരിക്കണം. വെറ്റിനറി ഫാം. എവിടെ? ഇത് കാട. ആ ആ ആ കാട, കാടക്കോഴി, ഗനിപ്പന്നി. ഓ ഗിരിപ്പന്നി.
BV 350 മുട്ടക്കോഴി. നല്ല ഗടാഗടിയും കോഴികളാണ്. ഓ കരിങ്കോഴി. ആ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. ഒരു മുട്ടയ്ക്ക് 30 രൂപയാണ്. ഇവിടെ ഉണ്ടോ? ആ നമുക്ക് ഇവിടെ ഉണ്ട്. മുട്ടകളൊക്കെ ഇവിടെ സെയിലുള്ളത്. ആ അവിടെ കണ്ട അതേ മുട്ടക്കോഴിനെ വന്നിട്ടോ. BV 350 മുട്ടക്കോഴി. ഇതെന്താ? വൈറ്റ് ഗൂസ്. വാത്താണ്. താറാവ്. നായ. കിനിക്കോഴി. ഓ നായ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. മുയല്. ഉണ്ടല്ലോ. ഉണ്ട് വെളിയിലോ? യമൂല. അടുത്ത് പോലെ അല്ലേ? അപ്പോൾ പശുണ്ട്. ഇതിന് വെച്ചൂരണോ അവിടെ? ഏത്? ഇത് വെച്ചു. അടുത്തോ? അപ്പോൾ ആ ശരി, അത് കറക്റ്റ് വെച്ചൂര് ടൈപ്പാണ്. വെച്ചൂര് ഏത്? അപ്പോൾ വെച്ചൂര്, കാസർഗോഡ്, കുള്ളൻ അങ്ങനെ ഇന പശുക്കളാണ്. ഓക്കെ, ഇതിൽ തന്നെ പോകല്ലേ? ഇത് കോഴിയാണല്ലോ. ഇതെന്ത് കോഴിയാണ്? ബ്രോയിലർ കോഴിയോ? ആ ഇത് കർഷകൻ്റെ ശില്പമാണല്ലോ. ക്ഷീര കർഷകൻ്റെ ശില്പം. വലിയ 2 യമു ഉണ്ട് കേട്ടോ. യമു. നല്ലൊരു ആട്. ആട് ഏതാടാ? അയ്യോ, ആട് ഏതാന്ന് മനസ്സിലായില്ല. വേറെ ഏതൊരു പ്രത്യേകത തന്നെ ആടാ. അതെ. ഓ ഇത് പെണ്ണാടാണ്, പക്ഷേ മുട്ടനാടിൻ്റെ ലുക്കുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷീര കർഷകൻ്റെ ഒരു ശില്പം. നമ്മൾ മുയലിൻ്റെ കൂടിനടുത്തേക്ക് പോവാണ്. മുയൽ വെളുത്ത മുയലാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ല ഭംഗിയുള്ള മുയൽ. നായ്ക്കളുണ്ട്. ജർമ്മൻ ഷെഫേർഡ്. വേറെ നായ അടിപൊളി. ഇത് നമ്മുടെ ലാബാണ് തോന്നുന്നു, പോമറേനിയൻ. ഓ എത്ര ഹൈറ്റിലേക്കാണ് ചാടണേ. ഡോബർമാൻ. വീണ്ടും ഒരു ലാബ്. ജേഴ്സി നാടൻ പശു. ആ കൊമ്പുള്ള കാള ഏതാ? ആ വണ്ടിക്കാളയാണ്. ഏത് ബ്രീഡെന്നറിയാമോ? അല്ലടെ കാള പല ടൈപ്പുണ്ട്. കാങ്കയം കാളയുണ്ട്. ഇതെന്താ സംഭവം? ഇത് ക്വാർട്ടേഴ്സ് ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ കണ്ട ഫാമിലെ സ്റ്റാഫ് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണ്. അപ്പോൾ മൃഗങ്ങൾ അടുത്ത് തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഇവിടെ തന്നെ അക്കോമഡേഷൻ കൊടുത്തിരിക്കണം. ഇത് കോട്ടേജാണോ ഈ സംഭവം? നേരത്തെ കണ്ടത്. ആ ആ ഇവിടെ നമ്മുടെ
നമ്മളൊരു സൈക്കിൾ യാർഡിലോട്ടാണ് പോകണം കേട്ടോ. ഓ സൈക്കിൾ യാർഡ്, സൈക്കിളൊക്കെ എടുക്കാം നമ്മൾ. അടിപൊളി. നമ്മളിപ്പോ ഏത് നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈക്കിൾ വേണ്ട എടുക്കുക. സൈക്കിള് ഗോക്കാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഗോക്കാട്ട്, 4 പേര് ചവിട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതാണോ ഗോക്കാട്ട്? നമ്മൾ ഗേഡിങ്ങിന് ശേഷമാണ്. അതെന്നാന്ന് പറഞ്ഞാൽ ഇതോടെ നമ്മൾ സെക്യൂരിറ്റി പേയ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. അതായത് ഒരു സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ 100 രൂപ എടുത്താണ് എടുക്കുന്നത്. ടോക്കൺ തരും. അത് നമ്മൾ അരമണിക്കൂർ ചവിട്ടണം. അരമണിക്കൂർ ചവിട്ടും നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കണം. നമ്മുടെ പൈസ നമുക്ക് റീഫണ്ട് ആണ്. അങ്ങനെ പിന്നെ നമുക്ക് എഴുതിയില്ല. കാരണം സൈക്കിൾ എങ്ങും കൊണ്ട് ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കണം. അതായത് നമ്മുടെ ഈ ടിക്കറ്റിനകത്ത് ഉൾപ്പെട്ടാണല്ലേ? അടിപൊളി. ആ ഓ കൂടുതൽ ആള് പോകുന്നതിന് ഗോക്കാട്ട് എന്ന പേരല്ലേ? മറ്റേ സാധനത്തിന്റെ പേരെന്താ? അതെ, ആ സാധനത്തിന്റെ പേരെന്താ? ഈ സ്റ്റിയറിംഗ് ഉള്ള അതാ ഗോക്കാട്ട്. ആ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സൈക്കിളിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ നമ്മൾ സൈക്കിളിന് നിബന്ധന ഉണ്ട്. 100 രൂപ കൊടുക്കുക, സൈക്കിൾ വാങ്ങുക. സൈക്കിൾ ചവിട്ടി കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ, സൈക്കിളും തിരിച്ചു കൊടുത്താൽ 100 രൂപ നമുക്ക് തരും. 2 ആൾ പോകണം സൈക്കിൾ. അതാ വെച്ചാൽ അതിൻ്റെ പേരെന്താ? ഡ്യൂയറ്റ് സൈക്കിൾ അല്ലേ? അടിപൊളി. ആ സാധനം 2 ആൾക്ക് പോകാനുള്ള ഗോക്കാട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നിറയെ ഉണ്ടല്ലോ സൈക്കിള്. കലാഭാഷ്ട്രീ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കായാണത്. അതായത് കലാഭാഷ്ട്രീ തിരുവട്ടക്കായ എന്ന് പറയും. പണ്ട് കാലത്ത് ബുദ്ധ സന്യാസിമാരൊക്കെ ഭിക്ഷാപാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓ ഇതാണോ ഇതിന്റെ കായ? പകുതി മുറിച്ചിട്ടുള്ള. അടിപൊളി അടിപൊളി. ഈ കായ ഇപ്പൊ എല്ലാ കാലത്തും ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ? അടിപൊളി. ശ്രീബുദ്ധൻ ഭിക്ഷയാദിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന പാത്രം എങ്ങനെയാണ് ഉണ്ടായെന്ന് കാണാം. കോഡ് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു കോട്ടേജ് ആണല്ലോ അല്ലേ? ഇത് വേറെ ഒരു കോട്ടേജാണ്, കൂട്ടുകുടുംബം കോട്ടേജ് എന്നാണ് പറയുന്നത്. 5 ഫാമിലിയൊക്കെ വരുമ്പോൾ താമസിക്കാൻ നമുക്ക് ഈ കോട്ടേജ് നമ്മൾ കൊടുക്കും. KK കോട്ടേജ് ഷോർട്ട് ഫോം പറയും. കൂട്ടുകുടുംബം കോട്ടേജ്. കൂട്ടുകുടുംബം കോട്ടേജ് 5 ഫാമിലി ഒന്നിച്ച് വരുമ്പോൾ, ഒരു ഫാമിലി വലിയ ടീം ഒന്നിച്ച് വരുമ്പോൾ. ഓക്കെ. ഓ ഓക്കെ. നല്ല മരച്ചുവട്ടിലുള്ള ഒരു കോട്ടേജാണ്. കുറേ ആൾക്കാർ ഒന്നിച്ച് വന്നാൽ അതിൽ താമസിക്കാം. ഈന്തപ്പന. ഈ പുസ്തകത്തിൻ്റെ കാര്യം പറയുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബൈബിൾ സ്റ്റാച്ചു നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഓ ബൈബിൾ ആണല്ലേ? ബൈബിൾ സ്റ്റാച്ചു. അത് ഫുള്ളായിട്ടല്ല, ഒരു ഷീറ്റ് നമ്മളിങ്ങനെ ബുക്കായിട്ട് വെച്ചേക്കുന്നു. നമ്മൾ ബൈബിൾ കാണലിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബൈബിളിൽ പ്രതിപാദിക്കുന്ന വൃക്ഷലതാതുമാണ് നമ്മൾ ഇവിടെ മുഴുവൻ. ഒലിവുണ്ടോ? ഒലിവ്. അതെ, പക്ഷെ അത് നമ്മുടെ ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇത് ഇലന്തപ്പഴം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് യേശുക്രിസ്തുവിന്റെ മുൾക്കിരീടം. അതിന്റെ ഈ മരത്തിന്റെ മുള്ളാണ് കേട്ടോ എടുക്കുന്നത്. അതെ, ബൈബിള് പ്രതിപാദിക്കുന്നത് നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമല്ലല്ലോ. അപ്പൊ അത് നമ്മൾ വെക്കുകയും ചെയ്ത് പോകുന്നതാണ്. മുന്തിരി കള്ളിമുൾച്ചെടി. ഓക്കെ. ലോകത്തിലെ തന്നെ ആദ്യത്തെ തീം ATM ആണ് കേട്ടോ ഇത്. അതായത് ബാലരമയിലെ കാർട്ടൂണുകളുടെ സൗണ്ട് എഫക്ട്സ് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമ്മൾ പൈസ എടുക്കുന്ന സാധാ ATM തന്നെയാണ് കേട്ടോ. അല്ല സാധാ ATM അതിനകത്ത് സാധാ ATM ആണ്, പക്ഷെ നമ്മൾ ബാലരമയിലെ സൗണ്ട് എഫക്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് അങ്ങനെ? ഇപ്പൊ ഇന്നിപ്പോ ഒന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ അക്വേറിയത്തിനൊക്കെ പോവാണ് കേട്ടോ. മാംഗോ മെഡസിലെ അക്വേറിയം. ഓ അടിപൊളി. ഇത് എന്ത് മീനത്? ഇത് മീനാണോ? ഇത് എന്താണ്? ഓ അടിപൊളി. ഇവിടെ നോക്ക്, ഇവിടെ ഈ ആംഗിൾ നോക്ക്. ഓ സൂപ്പർ. ഓ അതാ വെളുത്ത മീൻ വരുന്നുണ്ടോ? അടി ഇതാണ് വേണ്ടേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻ. ഓ മീനെ തൊടല്ലേ, മീൻ കടിക്കും.
അരമല അതിൻ്റെ പേരറിയോ വെളുത്തമ്മീൻ്റെ? ആ അരാപ്പയ്മ ഉണ്ടോ? അത് ഇത് അരമപ്പയ്മ വേണോ? ഇതിൻ്റെ പേരെന്താ? ആ ഇതാണ് ആലിഗേറ്റർ ഗാർ. അതല്ലേ മറ്റേ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റോ? ഷാർക്കോ? അതാ ക്യാറ്റ് ഫിഷ് പറഞ്ഞാൽ നമ്മുടെ മുഷി അത്രേ അർത്ഥമുള്ളൂ. അവൻ പേടിച്ചു. താഴെ എന്താ ഉള്ളത് ഒന്നും അറിയാലല്ലോ. എവിടെ? അങ്ങനെയല്ല, ഈ ഒരു പോർഷനേ ഉള്ളൂ നമുക്ക്. ആ അപ്പോൾ കേസ് ഈ വെളുത്ത മീനിൻ്റെ പേരെന്താ പറഞ്ഞു? വെളുത്ത് എന്താ? വെള്ള വലിയ വെള്ള അറിയില്ല. ഓക്കെ. അപ്പോൾ ആരാണ് ഈ ഇതിൻ്റെ പേരെന്താ? ഇത് വാഹയാണോ? ഓ അതാ ആയിക്കോളണമെന്നില്ല കാര്യം. അതല്ല, നമ്മുടെ ഇവിടെ പറയുന്ന അക്വേറിയം വരാൻ എന്ന് പറയും. അക്വേറിയം വാഗ. കുഴപ്പമില്ല. എന്നാലും ഇത് കൊള്ളാം, സമ്മതിച്ചു. നല്ല ഗംഭീര മീനാണ് ഇത്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഇതവിടെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട് കേട്ടോ. ചെറുതുണ്ടോ? 174 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളാണ് നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. സീസൺ അനുസരിച്ചാണ് ഫ്രൂട്ട്സുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോറിൽ വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആയത്തിനെ വിളിച്ചോ? ആയത്തിനെ വിളിച്ചോ? അപ്പോൾ നമ്മൾ ഏതൻ തോട്ടത്തിലേക്ക് കിടക്കാൻ കേട്ടോ. ഏതാ? എന്താ പറഞ്ഞത്? എലിഫന്റ് ആപ്പിൾ. ആനയുടെ മസ്തിഷ്കം പോലെയാണ് അതിന്റെ കായുടെ ഒരു ഷേപ്പ്. ഓക്കെ. അതുകൊണ്ട് എലഫന്റ് ആപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ചെറുതാണെങ്കിൽ നമ്മൾ അച്ചാറിടും. വലുതായി കഴിയുമ്പോൾ മത്തായതുകൊണ്ട് അത് യൂസ് ചെയ്യത്തില്ല. ചെറിയ ഇളന്നൊന്നും പറയത്തില്ല, നമ്മളത് അച്ചാറിടും. ഇത് നമ്മുടെ അസോള ചെറുപ്പഴയില്ലേ, അതാണ് ടേസ്റ്റ്. ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്ന മരമാണ് കേട്ടോ. കണ്ണാണ് കിടക്കണതാണ് കേട്ടോ. അതായത് വെൽവെറ്റിന്റെ ബോഡി ഇല്ലേ, വെൽവെറ്റ് തുണിയില്ലേ, തുണി, അതിന്റെ ബോഡി പോലെയാണ് ഈ ആപ്പിൾ കാണുന്നത്. നല്ല വലുപ്പമുള്ള ഒരു പഴം എലിഫന്റ് ആപ്പിളാണ് ആ തുണി കിടക്കണം. വെൽവെറ്റ് ആപ്പിളൊക്കെയാണ്. കിളിഞ്ഞാവൽ. ഇത് മധുരനാരങ്ങ ഓറഞ്ച് ഒക്കെ ഇല്ലേ, ഓക്കെ. റൂബിക്ക അല്ലേ? ആപ്പിൾ ചാമ്പ അല്ലേ? മറ്റേ സിനിമയിൽ പറയണ ഏതാ? ജയ 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 ഹേ അല്ലേ? ലവലോലിക്ക. അച്ചാറിടാം. ഏതാ? സ്റ്റാർ ഫ്രൂട്ട്. അടിപൊളി. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല തണലാണ്. മരങ്ങളൊക്കെ ശരിക്കും പൊതയിട്ടുണ്ട് കേട്ടോ. പൊതയുണ്ട്. പിന്നെ ഒരു സൈഡ് മെറ്റൽ വിരിച്ചിരിക്കണു. മരത്തിൻ്റെ ചുവട്ടിൽ പൊതയാണ്. മരങ്ങൾ ഗ്രില്ല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു എഫക്റ്റാണ് ഇതിനകത്തുള്ളത്. ഓ അടിപൊളി. പാമ്പും ഉണ്ടല്ലോ.
അപ്പോൾ ആദത്തിൻ്റെ ഹവയുടെയും പ്രതിമ കാണാൻ പോവാണ്. ആ ആ ആ ഓ, പാമ്പിനും മനുഷ്യൻ്റെ രൂപമാണല്ലോ കൊടുത്തിരിക്കണേ, മനുഷ്യൻ്റെ മുഖം. ഏതാ ഏത്? ആ, വള്ളിച്ചെടി, കള്ളിച്ചെടി പോലെ ഉണ്ടല്ലോ. ഓ ആ, മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. ഇതിന്റെ പഴം നമ്മൾ കഴിച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ വേറെ എന്ത് ഈ ചവർപ്പോ പുളിയോ കയ്പോ കഴിച്ചാലും നമുക്ക് മധുരം തന്നെ അനുഭവപ്പെടുള്ളൂ. അതാണ് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആ, ഇരുമ്പാമ്പുളി അതറിയാം. ആ മനെ, മീനെന്നാ പറയണേ? ട്രെയിന് പോയി നമ്മുടെ ഇതിലേ പോ, അതിലല്ല ഇതിലെ പോട്ടെ വണ്ടി പോട്ടെ. ഇത് കേവ് കോട്ടേജ്. ഓ, ഇപ്പൊ ബുക്കിംഗ് ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. ആളുണ്ടല്ലേ? ഓ, ഇതൊരു പാറക്കെട്ട് പോലെ അല്ലേ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ, അടിപൊളി. ഇത് കേവ് കോട്ടേജാണ്. ബുക്കിംഗ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അതിനകത്ത് കയറാൻ പറ്റില്ല. നല്ലൊരു ലുക്കാണ് കേട്ടോ സംഭവം. വലിയൊരു പാറക്കെട്ടിനകത്ത് ഒരു വീട്. ഇത് നമ്മുടെ ടിക്കറ്റിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ട്രാമ്പലിനുണ്ട്, സ്കൈ ബലൂൺ, പിന്നെ ആർച്ചറി ഷൂട്ടിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. നമ്മുടെ ഗൈഡിങ്ങിന് ശേഷം ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പഴയകാല ഒരു വണ്ടിക്കട. എന്തൊക്കെയുള്ളത്? കളിപ്പാട്ടങ്ങളുണ്ട്. കപ്പലണ്ടിക്കട. ആ, അപ്പോൾ കപ്പലണ്ടിക്കട എന്നാണ് എന്നെ പേരിട്ട് വിളിച്ചിരിക്കണേ. കുറേ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ വഴിക്കാണല്ലോ ഫസ്റ്റ് വന്നത്. തിരിച്ചെത്താറായല്ലേ? ചക്രപ്പൂര, അത് പണ്ട് കാലത്ത് കർഷകര് വെള്ളം ചവിട്ടിയാണല്ലോ കൃഷിക്ക് എടുക്കുന്നത്. അതാണ് നമ്മൾ ഡെമോ വെച്ചേക്കാണ്, നമുക്ക് ചവിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ തേവാൻ ഉപയോഗിച്ചിരുന്ന ചക്രം. അത് നമ്മുടെ കൺവെൻഷൻ സെന്ററും ഡോർമെറ്ററി ഒക്കെ അവിടെ വരുന്നത്. ആ, ഓക്കെ. ഏലക്കാട് അതെന്താ? ആ, ഇതെന്താ? ഓക്കെ. ഓ, അടിപൊളി. തേയിലത്തോട്ടം, ടീ ടവർ ഒക്കെയാണ്. അതിന്റെ മേളിൽ കയറാവുന്നതാണ്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കയറാവുന്നതാണ്. ആ, ഓക്കെ. ഇവിടെ എങ്ങനെ തേയില വളർന്നു? നട്ടുപിടിപ്പിച്ചു നമ്മൾ, അങ്ങനെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് നമ്മൾ നട്ടുപിടിപ്പിച്ചു. അത് ശരി. അപ്പോൾ ഇവിടെയും തേയില വളരുമല്ലേ? പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ട്. ആ ആ, ഓക്കെ. ഇതിലാണ് പോണത്. ഇതിൽ കൂടെ. ആ, അതിന് മുകളിലേക്ക് പോകണമെങ്കിലല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇത് ഇതിനകത്തുള്ളൊരു മസ്ജിദ് സൗകര്യം അവർ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നിസ്കാര സമയം ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ ഹാ ഹാ,
ഓ കുഞ്ഞുങ്ങളുടെ പൂളുണ്ട്, വാഷ്റൂം ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല, ഡ്രസ്സ് നമ്മളൊരു ഷോപ്പൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് വാടകയ്ക്കാണോ ഫുൾ പൈസക്ക് തന്നെ? നമുക്ക് പേയ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതായത് നമുക്ക് കളർ ഡ്രസ്സുകളോ കോട്ടൺ ഡ്രസ്സുകളോ നമ്മൾ ഉപയോഗിക്കത്തില്ല. നൈലോൺ പോളിസ്റ്റർ ഡ്രസ്സുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സൗകര്യം എടുക്കി കൊടുത്തേക്കണം. റെന്റിനാണോ അതോ പേയ്മെന്റ്? ഫുൾ. ആ ഇതാണ് കേട്ടോ പൂള്. 4 അടി 5 അടി 6 അടി കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ, അടിപൊളി. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂള്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, മാംഗോ മെഡോസിൽ നമ്മൾ ഒരു പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടതിൻ്റെ വീഡിയോ 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ അവസാനിക്കുകയാണ്. മൂന്നാമത്തെ പാർട്ടിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അതും കൂടി കണ്ടോളൂ.